പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നിമിഷങ്ങൾക്കകം തന്നെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ഒരു ജനപ്രതിനിധിയാണ് എനിക്കൊപ്പമുള്ളത്. പേര് ശ്രീദേവി എന്നാണ്. പത്തനംതിട്ട കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലെ UDFന്റെ അംഗമാണ്. അപ്പോൾ ഈ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു, ഏതാണ്ട് 2 മിനിറ്റിനകം തന്നെ രാജി സമർപ്പിക്കുന്നു. എന്താണ് അതിനുണ്ടായ ഒരു സാഹചര്യം? എന്താണ് അതിനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ തവണ തന്നെ ഇത് വളരെ വിവാദമായ ഒരു പഞ്ചായത്തായിരുന്നു. അന്ന് SDPയുടെ പിന്തുണയോടുകൂടി LDF ഭരിച്ച ഒരു പഞ്ചായത്താണ്. അതുപോലെ ആ ഒരു പിന്തുണ സ്വീകരിച്ച് ഭരിച്ചുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രാവശ്യം വളരെ പരാജയം തന്നെയാണ് സംഭവിച്ചത്. ഒറ്റ ജനപ്രതിനിധികളെ ഒതുക്കേണ്ടി വന്നു. ആ ഒരു അവസരം നമുക്ക്, അങ്ങനെ ഒരു അനുഭവം നമുക്ക് വേണ്ട. അത് നേരത്തെ തന്നെ UDFന്റെ തീരുമാനമായിരുന്നു. വർഗീയ ശക്തികൾ, BJP, SDP വർഗീയ ശക്തികളുടെയും പിന്തുണ നമുക്ക് വേണ്ട. അങ്ങനെ ആരെങ്കിലും പിന്തുണച്ചാൽ സ്ഥാനം സ്വീകരിച്ചുകൊണ്ട് 2 മിനിറ്റിനകം തന്നെ രാജിവെക്കണം എന്നുള്ളൊരു തീരുമാനം നേതൃത്വത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. ആകെ 14 വാർഡുകളാണുള്ളത്, 14 അംഗങ്ങളാണുള്ളത്. അതിൽ 5 UDFന്, 5 BJPക്ക്, 3 SDPI, 1 LDF. അങ്ങനെയായിരുന്നു കക്ഷിനില. അപ്പം ഭരിക്കാനുള്ള 50-50 ആണ് BJPക്കും UDFനും വന്നത്. ആരെങ്കിലുടെയും പിന്തുണയില്ലാതെ കണ്ട് ഭരിക്കുവാൻ സാധിക്കാതെ ഒരവസ്ഥയാണ് വന്നത്. അപ്പോൾ SDPI പിന്തുണച്ച് എനിക്ക് 8 വോട്ട് കിട്ടി, BJPക്ക് 5 വോട്ട്. അപ്പോൾ SDPI പിന്തുണച്ചത് കൊണ്ട് മുൻ ധാരണപ്രകാരം തന്നെ 2 മിനിറ്റിനകം തന്നെ രാജി സമർപ്പിച്ചു. അതാണ് ഉണ്ടായത്. SDPയുടെ പിന്തുണ വേണ്ട എന്ന് തന്നെയാണുള്ള തീരുമാനം. മുമ്പോട്ടായാലും അത് തന്നെയാണ് തീരുമാനം. ഇനിയിപ്പം എന്താണ് ചെയ്യാൻ വരാൻ പോകുന്നത്? എന്തായിരിക്കും ഇനി വരാൻ പോകുന്നതും? SDPI പിന്തുണച്ചാൽ ഇത് തന്നെ, ഈ ഒരു ഇത് തന്നെ ഞങ്ങൾ സ്വീകരിക്കും. അല്ലെങ്കിൽ പിന്നെ ടോസ് ഇട്ട് ഭാഗ്യം ഓർക്കാണോ തുണയ്ക്കുന്നത് ആ ഭാഗത്ത്. BJPക്കാണെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. അതാണ് തീരുമാനം. എന്താണെങ്കിലും SDPIയുടെ പിന്തുണയോടുകൂടി ഭരണം വേണ്ട എന്നുള്ള തീരുമാനം വേണ്ട, BJPയുടെയും വേണ്ട, LDFന്റെയും വേണ്ട. അപ്പം ടോസ് ഇട്ട ഭരണം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഭരിക്കും, BJPക്കാണെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. അത് തന്നെയാണ് തീരുമാനം. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ LDF SDPയുടെ പിന്തുണയോടുകൂടി ഭരിച്ച പഞ്ചായത്താണ്. വലിയ വിവാദമായതാണ്, വാർത്തകളിൽ നിറഞ്ഞതാണ്. ഇത്തവണ LDFന് ആകപ്പാടെ 1 സീറ്റ് മാത്രമാണ് നേടാൻ സാധിച്ചത്. ആ അനുഭവം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനൊരു തീരുമാനമെടുത്ത്, UDF നേതൃത്വം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്. എന്താണെങ്കിലും സംസ്ഥാന തലത്തിൽ നിന്ന് ശക്തമായ നിർദ്ദേശമുണ്ടായിരുന്നു, ഈ മുന്നണിക്ക് പുറത്തുള്ള കൂട്ടുകെട്ടുകൾ വേണ്ട എന്നുള്ളത്. വേണ്ട, അത് തന്നെയായിരുന്നു തീരുമാനം. ആ തീരുമാനം ഞങ്ങൾ 100% അനുസരിച്ചു. തുടർന്ന് അങ്ങോട്ടായാലും അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ടോസിലിട്ട് ഞങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഭരിക്കില്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കും. ശരിക്കും ഞങ്ങളൊരു 8 സീറ്റ് പ്രതീക്ഷിച്ചതാണ് UDFന്. അതിൽ 2 സീറ്റ് ഉറപ്പായിട്ടും കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചതാണ്. 1 സീറ്റ് കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നതുപോലെ നഷ്ടപ്പെട്ടതാണ്. ഒരു BJPക്കും UDFനും 300 വെച്ചും LDFന് 249 വോട്ട് വെച്ചുമാണ് കിട്ടിയത്. അപ്പോൾ ടോസ് ഇട്ടു, അത് BJPക്ക് കിട്ടി. അങ്ങനെയാണ് ടോസാവുന്നത്. അങ്ങനെ ആ ഒരു സീറ്റ് പോയി. പിന്നെ ഒരു സീറ്റ് 6 വോട്ടിന് നഷ്ടപ്പെട്ടു, ഒരു സീറ്റ്. അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് 2 സീറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആരുടെയും പിന്തുണ ഇല്ലാതെ തന്നെ സുഖമായിട്ട് ഭരിക്കായിരുന്നു. അങ്ങനെ ഒരു ദൗർഭാഗ്യം കൂടി ഉണ്ടായി. അതാണ് സംഭവിച്ചത്. എന്താണെങ്കിലും ഭാഗ്യം തുണയ്ക്കും. ഇനിയിപ്പോ ടോസിലേക്ക് പോയാൽ ഭാഗ്യം തുണയ്ക്കും എന്നൊരു പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ്. അതെ, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ആയിരിക്കും, അതിനൊരു സംശയമില്ല. ആകെ 14 വാർഡുകളാണ് കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇക്കുറി തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ 5 സീറ്റ് UDFനും, 5 സീറ്റ് NDAയ്ക്കും, 3 സീറ്റ് SDPIക്കും, 1 സീറ്റ് LDFനുമാണ് ലഭിച്ചത്. കേവല ഭൂരിപക്ഷം ആർക്കും ഇല്ലാത്തൊരു സാഹചര്യമുണ്ടായി. ഇന്നലെ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് SDPIയുടെ 3 അംഗങ്ങളും UDFനെ പിന്തുണയ്ക്കുകയായിരുന്നു. അങ്ങനെയാണ് UDFിലെ ശ്രീദേവി പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. മുന്നണിക്ക് പുറത്തു നിന്നുള്ള ഒരു കൂട്ടുകെട്ടും വേണ്ട എന്നുള്ളതാണ് UDF സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അതനുസരിച്ച് തന്നെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് ഏതാണ്ട് 2 മിനിറ്റിനകം തന്നെ രാജി സമർപ്പിക്കുകയായിരുന്നു. ഇനിയാണെങ്കിൽ പോലും മുന്നോട്ട് അത്തരം മറ്റ് പാർട്ടികൾ അല്ലെങ്കിൽ SDPI പോലെയുള്ള പാർട്ടികളുടെ പിന്തുണയോടുകൂടി ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് UDF നേതാക്കൾ പറയുന്നത്. ഇനി ഒരു ടോസ് ഇടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ പോലും അത് ഭാഗ്യം തുണച്ചാൽ ഭരിക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷത്തിരിക്കും എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. പത്തനംതിട്ട കോട്ടാങ്ങലിൽ നിന്നും സനീഷിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.